ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF-ൽ ആശയക്കുഴപ്പം. വാർത്താസമ്മേളനത്തിൽ കൃത്യമായ നിലപാട് പ്രതിപക്ഷ വി ഡി സതീശൻ പറഞ്ഞില്ല. എന്നാൽ സർക്കാരിന്റേത് രാഷ്ട്രീയ കാപട്യമാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ്സ്, അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM-ഉം സംഘപരിവാറും നേർക്കുനേർ വരുന്നതാണ് കാണുന്നത്. പന്തളത്ത് ബദൽ സംഗമം നടത്താനൊരുങ്ങുന്നു ഹിന്ദു ഐക്യവേദി. സർക്കാരിന്റെ കാപട്യം തുറന്നു കാണിക്കാനാണെന്നാണ് RV ബാബു പറഞ്ഞത്. എന്നാൽ വർഗീയതയ്ക്കെതിരെയാണ് അയ്യപ്പ സംഗമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നു. എന്ന നിലയ്ക്ക് CPM ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതപര്യന്തമുള്ള CPM-ന്റെ നിലപാട് വിശ്വാസികൾക്കെതിരായിട്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ നിലപാടാണ് നാളിതുവരെ CPM-ഉം CPM-നെ പിന്തുണയ്ക്കുന്നവരും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു അവസരവാദപരമായ നിലപാടാണ്. അതിനെ അവര് അടവ് നയം എന്ന ഓമനപ്പേരിട്ടൊക്കെ വിളിക്കും. CPM-ന് ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങളെ മാനിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം CPM പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഹിന്ദു വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ടാണ്. ഹിന്ദു വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനത്തിന് ആത്യന്തികമായി ഹിന്ദു വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് CPM-ന്റെ ഈ നിലപാട് മാറ്റം എന്നുള്ളത് ഒട്ടും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമാണെങ്കിൽ അവരാദ്യം എടുത്ത നിലപാട് തിരുത്തട്ടെ, കോടതിയിൽ എടുത്ത നിലപാട് തിരുത്തട്ടെ. CPM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. CPM-ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഞങ്ങൾ ഇന്നലെയും മാത്രമല്ല എല്ലാ കാലത്തും ഇത് നമ്മുടെ നിലപാട്. ആ നിലപാടിന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടും രണ്ടാണ്. റോഷിപാലും TV പ്രസാദുമുണ്ട്. ആദ്യം റോഷിപാൽ, ഇന്നിപ്പോൾ വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം. നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കാനാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന്. നവോത്ഥാനത്തിൽ നിന്നും പിന്നോട്ടു പോയോ എന്നുള്ളതിൽ വ്യക്തത വരുത്തണം. അപ്പോൾ സർക്കാരിൻ്റേത് കാപട്യമാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളവർ കൂടി വരുന്ന ഒരു പരിപാടിയാണെങ്കിൽ അവർക്ക് വിരുദ്ധ നിലപാടുണ്ടാകരുത് എന്ന രൂപത്തിലുള്ള കൗശലത്തോടു കൂടിയുള്ള മറുപടിയായിട്ടാണോ അതിനെ കാണേണ്ടത് റോഷിപാൽ? സ്മൃതി, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ നിലപാടാണ് ഇപ്പോൾ UDF നേതൃത്വം എടുത്തത്. ഇന്നലെ ഓൺലൈനിൽ ചേർന്ന UDF ഏകോപന സമിതി വളരെ വിശദമായി വിഷയം ചർച്ച ചെയ്താണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ തന്നെ ഈ പരിപാടിയുടെ കാപട്യം തുറന്നു കാട്ടാനുള്ള ശ്രമമാണ് UDF-ന്റെ ഭാഗത്ത്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ, മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറഞ്ഞാൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന കാര്യം ആലോചിക്കാം എന്ന നിലപാടിലേക്ക് എത്തുന്നു. അതിലൊന്ന്, അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നടന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. അത് നിയമസഭയിൽ കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കുമോ എന്ന ചോദ്യം. രണ്ടാമത്തേത്, സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാരലംഘനത്തിന് വഴിയൊരുക്കുന്ന ഒരു സത്യവാങ്മൂലമാണ് സർക്കാർ നൽകിയത്. ആ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതാണ്. ഈ രണ്ട് കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയാൽ UDF നിലപാട് വ്യക്തമാക്കുമെന്ന നിലപാടിലേക്ക് എത്തുകയാണ്. ഏതായാലും ഇത് രാഷ്ട്രീയ കാപട്യം എന്നത് മാത്രമല്ല, ഈ പരിപാടിയുടെ ലക്ഷ്യം അത് ഉപകാരപ്പെടുക അത് സർക്കാരിനായിരിക്കില്ല, LDF-നായിരിക്കില്ല, അത് വർഗീയ സംഘടനകൾക്കായിരിക്കും എന്ന ഒരു തരത്തിലുള്ള വിലയിരുത്തൽ കൂടി UDF നേതൃത്വത്തിന്, പ്രത്യേകിച്ച് BJP-ക്കും RSS-നായിരിക്കും ഇതിന്റെ നേട്ടമുണ്ടാവുക എന്ന വിലയിരുത്തൽ കൂടി. അങ്ങനെ വർഗീയ കക്ഷികൾക്ക് കൂടുതൽ സ്പേസ് നൽകാനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം
വഴിയൊരുക്കുക എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു. 10 വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരിശോധനയോ സഹായങ്ങളോ ചർച്ചകളോ നടത്താതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം മുമ്പ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമാണെന്ന് ഉറപ്പ് എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UDF ഇങ്ങനെ ഒരു തന്ത്രപരമായ നിലപാട്. കാരണം ഇന്നലെ രാത്രി വൈകി UDF യോഗം ചേരുന്നു, വിഷയം ചർച്ച ചെയ്യാൻ, ഇതിലൊരു നിലപാടെടുക്കാനെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ടോ? ഓൺലൈനായിട്ടായാലും ആ യോഗം ചേർന്നിരുന്നോ? അതിൽ വന്ന അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ് ഋഷിപാൽ? സ്മൃതി, ഇന്നലെ വൈകിട്ട് അത് മെനിഞ്ഞാന്നാണ് അങ്ങനെ ഒരു അടിയന്തര UDF യോഗം വിളിച്ചു ചേർത്തത്. യോഗം വിളിച്ചു ചേർക്കാനുള്ള കാരണം PK കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. പരിപാടി നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ആഗോള അയ്യപ്പ സംഘവും ബഹിഷ്കരിക്കാനുള്ള തീരുമാനം UDF എടുത്താൽ അവിടെ ഒരുപക്ഷെ വിശ്വാസികളുടെ പിന്തുണ UDFന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ഈ തന്ത്രപരമായ നിലപാടിലേക്ക് എത്തുന്നത്. പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് ഭൂരിഭാഗം നേതാക്കൾ പറയുമ്പോൾ പോലും നിസ്സഹകരണം എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സമുദായ സംഘടനകൾ ഉൾപ്പെടെ അവിടെ പരിപാടിയിൽ പങ്കെടുത്താൽ UDF എടുക്കുന്ന തീരുമാനം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ചർച്ചകൾ നടത്തി സമുദായ സംഘടനകളുടെ നിലപാടുകളടക്കം വിശകലനം ചെയ്താണ് ഈ കാര്യം UDF നേതൃത്വം പറയുന്നത്. UDF ചെയർമാൻ VD സതീശനും കൺവീനർ അടൂർ പ്രകാശും സെക്രട്ടറി CP ജോൺ അടക്കമാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാവ് മറ്റു പ്രധാനപ്പെട്ട UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വളരെ സങ്കീർണമായ രീതിയിലേക്ക് ശബരിമലയെ എത്തിച്ചത് LDF ആണെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് 2019 സാഹചര്യം ആണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നിലനിൽക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു നിലപാടൊന്നും ഇപ്പോൾ LDF എടുക്കുന്നില്ല. ഈ വിശ്വാസികൾക്കൊപ്പമാണെന്ന നിലപാടത് LDF പറ്റിക്കുകയാണ് വിശ്വാസികളെ എന്നടക്കമാണ് UDF ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ പ്രതികരണം വന്നാൽ മാത്രമാണ് ഒരു വ്യക്തത വരിക. പക്ഷേ ഇപ്പോൾ ഒരു തന്ത്രപരമായ നീക്കം UDFന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം.